ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായല്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. മറ്റൊന്നും കൊണ്ടല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഹോസ്പിറ്റലും വീടുമായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാണ്ട് പോയത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് മൊത്തം നമ്മുടെ റോസ് പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റോസ് പ്ലാന്റ്സ് ആണ്. ഈ കാണുന്നൊക്കെ തന്നെയാണ് പ്ലാന്റ്സിൻ്റെ സൈസ്. അപ്പോൾ ഓരോ പ്ലാന്റ്സിൻ്റെ റേറ്റ് പ്രത്യേകം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി നിങ്ങൾ പ്ലാന്റിൻ്റെ സൈസ് കണ്ട് മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇപ്പം മിക്ക സ്ഥലങ്ങളിൽ മഴ ആയതുകൊണ്ടാണ് നിങ്ങളുടെ കൊറിയറുകൾ അയക്കാത്തത്. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇപ്പം പ്ലാൻസ് അയക്കണ്ട, ഇവിടെ മഴയാണ് എന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് എവിടെയൊക്കെയാണ് മഴയുള്ളതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മിക്കവർക്കും തന്നെ പ്ലാൻസ് അയക്കാത്തത്. അപ്പോൾ അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം പ്ലാൻസ് ഓർഡർ ചെയ്യുക. അതുമാത്രമല്ല, പ്രത്യേകം നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ ഓർഡർ ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ മാത്രമേ പ്ലാൻസുകൾ അയക്കത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഓർഡർ ചെയ്ത് 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക. എന്തായി, പ്ലാൻസ് അയക്കുന്നില്ലേ, ഓർഡർ ചെയ്തല്ലോ, റിപ്ലൈ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കൃത്യമായി വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് കേട്ട് പ്ലാന്റിൻ്റെ സൈസും വിലയും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഓർഡർ കൈപ്പറ്റാണ്ട് തിരികെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, പ്ലാൻസ് ആണ്, അപ്പോൾ അതിന് നിങ്ങൾക്ക് കൃത്യമായി പരിചരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക. നിങ്ങളുടെ പൈസയാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ വാങ്ങിക്കാത്ത നിങ്ങളുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ എടുക്കരുത്. കാരണം നമുക്ക് ഒരുപാട് പ്ലാൻസിന് ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. അപ്പം മിക്കവരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പം നിങ്ങൾ ഒന്നും ചെയ്യുക, നമ്മൾ ഇവിടുന്ന് കൃത്യമായിട്ട് ഓരോരുത്തർക്കും പ്ലാൻസ് അയക്കുമ്പോൾ അത് ഇൻഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെടി കൈപ്പറ്റാതെ ചെടിക്ക് വരുന്ന ഡാമേജ് നമ്മൾ ഉത്തരവാദികളല്ല, ഒരിക്കലും അതിന് റീഫണ്ട് ചെയ്യുന്നതും അല്ല. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ കൈപ്പറ്റാണ്ട് നമ്മളെ വിളിച്ചിട്ട് പൈസ റീഫണ്ട് ചെയ്യണം അല്ലെങ്കിൽ പുതിയ ചെടി അയക്കണം എന്ന് പറയാറുണ്ട്. അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. അതിന് നമുക്ക് യാതൊരു കാരണവശാലും അതിന് യാതൊരു ഉത്തരവാദിത്വവും നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല. കൃത്യമായിട്ട് പ്ലാൻസ് അയക്കുമ്പോൾ ഇൻഫോം ചെയ്യുന്നുണ്ട്. അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി പ്ലാൻസ് വാങ്ങിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ ഒരുപാട് പ്ലാൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, പ്ലാൻസ് കിട്ടുമ്പോഴത്തേക്കും അത് എങ്ങനെ നടണമെന്നുള്ളത്. ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം തന്നെ ഒരുപാട് വളങ്ങൾ വാരിക്കൂട്ടി ചെടി നടാതെ അതിന് താൽക്കാലികം നമ്മൾ നട്ട് സംരക്ഷിക്കുക. അല്ലാണ്ട് ആദ്യം തന്നെ ഒരുപാട് വളം കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. പിന്നെ അത്യാവശ്യം റോസിന് വേണ്ടുന്ന വെയിലാണ്. അപ്പോൾ വെയിൽ കിട്ടുന്ന രീതിയിൽ വേണം റോസ് പ്ലാന്റ്സ് വെക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ വെച്ച് 1-2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് വളം ചെയ്യുന്നതെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പ്ലാന്റ്സിന്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വേപ്പിൻ പിണ്ണാക്കും അങ്ങനെയുള്ള വളമൊക്കെ ഇടുമ്പോഴത്തേക്കും അത് പിടിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് ആദ്യം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്ലാന്റ്സ് നടുക. അതല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ വീഡിയോസ് നോക്കിയതിന് ശേഷം അതിനനുസരിച്ചിട്ട് നടുക. അപ്പോൾ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ വേണം നിങ്ങൾ പോട്ട് മിക്സ് തയ്യാറാക്കാനും. അപ്പോൾ നമ്മൾ ഒരു പോട്ട് എടുത്തിട്ട് അതിൻ്റെ താഴത്ത് കുറച്ച് കല്ലൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ പ്ലാന്റ്സ് നടാനുള്ള മണ്ണ് നിറക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകാൻ അത് ഹെൽപ്പ് ചെയ്യും. ഞാനപ്പോൾ എൻ്റെ പ്ലാന്റ്സ് എല്ലാം അങ്ങനെയാണ് നടുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചെടിക്കിടുന്ന വളം, ഫ്ലവറിങ് ഉണ്ടാവാൻ എന്താണ് ഏറ്റവും നല്ലതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, DAP എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല വളം. അത് ഒരു 15 ദിവസം കൂടുമ്പോൾ ചെടിക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പുതിയ വീഡിയോ ഇട്ട് കാണാം. ബൈ.